നൂറ്റാണ്ടുകളുടെ സ്വപ്നമായ ജമ്മുവിനും കശ്മീരിനും ഇടയിലൂടെ തീവണ്ടി ഓടുന്നത് ഒടുവിൽ സാക്ഷാത്കാരമായി. ലോകത്തിലെ ഏറ്റവും ഉയരത്തിലുള്ള റെയിൽവേ ആർച്ച് പാലമായ ചെനാബ് പാലത്തിലൂടെയാണ് ഈ ചരിത്രയാത്ര ആരംഭിച്ചത്. 359 മീറ്റർ ഉയരവും 1.31 കിലോമീറ്റർ നീളവുമുള്ള ഈ പാലം വന്ദേ ഭാരത് തീവണ്ടിയിലൂടെ ഇപ്പോൾ ജമ്മുവിനെ കശ്മീരുമായി നേരിട്ട് ബന്ധിപ്പിക്കുന്നു. 1486 കോടി രൂപയുടെ ചെലവിൽ നിർമ്മിച്ച പാലം 60 കിലോമീറ്റർ വേഗമുള്ള കാറ്റിനെയും ശക്തമായ ഭൂകമ്പത്തെയും ചെറുക്കാൻ സജ്ജമായതാണ്. ഇതിനു പുറമെ ഭീകരാക്രമണങ്ങളെ പ്രതിരോധിക്കാൻ ബ്ലാസ്റ്റ് പ്രൂഫ് സ്റ്റീൽ ഉപയോഗിച്ചാണ് നിർമ്മാണം. ഈ അഭിമാന നേട്ടത്തിന് പിന്നിൽ നിലകൊള്ളുന്നത് ഒരു ശക്തമായ പെൺമുഖമാണ്, ഡോക്ടർ മാധവി ലതകാലി. JNTUവിൽ നിന്ന് സിവിൽ എഞ്ചിനീയറിംഗിൽ ബിടെക്, വാറങ്കലിലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ MTech, പിന്നീട് IIT മദ്രാസിൽ നിന്ന് ജിയോടെക്നിക്കൽ എഞ്ചിനീയറിംഗിൽ ഡോക്ടറേറ്റ് നേടിയ മാധവി ലത രാജ്യത്തെ പ്രൗഢിയാക്കി. വളരെ പ്രതിസന്ധിയേറിയ ഭൂപ്രകൃതിയും കാലാവസ്ഥയും ചേർന്ന് ചലനാത്മകമായ സാഹചര്യങ്ങളിൽ ഈ പാലം നിർമ്മിക്കേണ്ടതായിരുന്നതിനാൽ ഓരോ ഘട്ടത്തിലും രൂപകൽപ്പന മാറ്റി മുന്നോട്ടു പോകേണ്ടതായി വന്നു. ഇതിനായി അവർ ഉപയോഗിച്ച പ്രധാന സമീപനമാണ് ഡിസൈൻ ആസ് യു ഗോ. പ്രാഥമിക സർവേകളിൽ വ്യക്തമല്ലാതിരുന്ന ഗുഹകൾ, ചെരിഞ്ഞ പാറകൾ, വിള്ളലുള്ള ഭൗമസ്ഥിതികൾ എന്നിവയെ അതിജീവിക്കാനുള്ള പുതിയ രീതികൾ അവർ വികസിപ്പിച്ചു. ചെനാബ് പാലത്തിന്റെ ആകെ ഘടനയും സ്ഥല നിർണയവും മാത്രമാണ് നിശ്ചിതമായിരുന്നത്. തൂണുകളുടെ അളവ്, അവയുടെ സ്ഥാനം, അടിത്തറ തുടങ്ങി മറ്റ് ഘടകങ്ങൾ എല്ലാം മാധവി ലതയുടെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് സ്ഥലത്തെ ഭൗമശാസ്ത്രാവസ്ഥയെ ആശ്രയിച്ച് ക്രമാനുസൃതമായി രൂപകൽപ്പന ചെയ്യുകയായിരുന്നു. ഇന്ത്യൻ ജിയോടെക്നിക്കൽ ജേണലിന്റെ വനിതാ പ്രത്യേക പതിപ്പിൽ ഡിസൈൻ ആസ് യു ഗോ, ദ കേസ് സ്റ്റഡി ഓഫ് ചെനാബ് റെയിൽവേ ബ്രിഡ്ജ് എന്ന ലേഖനത്തിലൂടെ അവർ തന്റെ അനുഭവങ്ങൾ വിശദമായി പങ്കുവച്ചു. 2021 മികച്ച വനിതാ ജിയോടെക്നിക്കൽ ഗവേഷക പുരസ്കാരം ലഭിച്ച മാധവി ലത 2022 ഇന്ത്യയിലെ സയൻസ്, ടെക്നോളജി, എഞ്ചിനീയറിംഗ്, ആർട്സ്, മാത്തമാറ്റിക്സ് മേഖലയിലെ മികച്ച 75 വനിതകളിൽ ഒരാളായും തിരഞ്ഞെടുക്കപ്പെട്ടു. ഇന്ന് ഖത്ര ശ്രീനഗർ പാതയിലൂടെ ഓടുന്നത് വെറും വന്ദേ ഭാരത് തീവണ്ടിയല്ല, ഇന്ത്യയുടെ പ്രതീക്ഷകളും സ്വപ്നങ്ങളും അതോടൊപ്പം സഞ്ചരിക്കുകയാണ്. ചെനാബ് പാലം ഇനി വെറും എഞ്ചിനീയറിംഗ് നേട്ടമല്ല, മറിച്ച് ഒരു സ്ത്രീയുടെ കരുത്ത് ദൃശ്യമാക്കുന്ന അനശ്വര സ്മാരകവുമാണ്. ഇത് ഇന്ത്യയുടെ ഭാവിയെ വളർത്തുന്ന ഒരു മാതൃകയും പ്രചോദനവുമായാണ് മാറുന്നത്. വനിതകൾക്ക് അറിവിലേക്കും ആധുനിക സാങ്കേതിക രംഗങ്ങളിലേക്കും പ്രവേശിക്കാൻ കഴിയുന്നതിന്റെ തെളിവായി മാധവി ലതയുടെ യാത്ര നമുക്ക് മുന്നിലുണ്ട്. യുവജനങ്ങൾക്കും സാങ്കേതിക വിദ്യകളിൽ താൽപ്പര്യമുള്ളവർക്കും ഇത് വലിയ പ്രചോദനമാണ്.